ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ കറി വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയുമാണ്, വളരെ സോഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് റൗണ്ടിൽ അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കുറച്ചോ അല്ലെങ്കിൽ ഒരുപാട് കനം കൂട്ടിയോ അരിയേണ്ട. ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വഴുതനയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 5 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 സവാള അരിഞ്ഞത്, ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, സവാളയിലെ വെള്ളം മാത്രം മതി. നമ്മൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങയിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ആവാം കേട്ടോ. 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇനി 1 സ്പൂണ് അരിപ്പൊടി. അരിപ്പൊടി ഇല്ലെങ്കിൽ 1 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാല പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം വഴുതനങ്ങയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ വേണം എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയെല്ലാം വഴുതനങ്ങയിൽ ഇളക്കി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നല്ലപോലെ വഴുതനങ്ങയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ വഴുതനങ്ങയും നമ്മൾ എണ്ണയിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗവും കൂടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ ഭാഗവും 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ പൊട്ടിക്കുമ്പോഴേക്കും നമുക്ക് കൊതിയാവുന്നുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ.